ഫുൾ ഓൺ കൊടുക്കാം. 19 ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഫോർച്യൂണർ ആണ്. വെറും 1,00,000 രൂപ 4x4 വരുന്ന വണ്ടി. നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ്. കളിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ ട്രാക്കിലേക്ക് ഇറക്കാനാണെങ്കിലോ കുറഞ്ഞ പ്രൈസ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. 380 കൊടുക്കാം. 380 ഒറിജിനൽ കേരള ഒറിജിനൽ കേരള സെക്കൻഡ് ഓൺഷിപ്പ് ആണ് കേട്ടോ. 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം കേട്ടോ. കിലോമീറ്റർ 64,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടി. 1,00,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ വി ഓപ്ഷനിൽ 2021 മോഡൽ 3,10,000 രൂപ ഉണ്ടെങ്കിൽ 3,10 കൊടുക്കാൻ ഡീസൽ വണ്ടിയാണ്. ലോൺ ചെയ്ത് കൊടുക്കാം. ലോണിൽ കൊടുക്കാൻ പറ്റിയ ഓട്ടോമാറ്റിക് വാഹനം. ഡീസൽ 2018 19 റേസിൽ വരുന്ന മാനുവൽ വാഹനം. അത് നമ്മൾ കാൽക്കുലേഷൻ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് ആണ് മൈലേജ് തന്നെയാണ്. ലോങ് ഡ്രൈവില് കിലോമീറ്റർ മൈലേജ് 20-24 പറയുന്നുണ്ട്. ഇത്ര മൈലേജ് ഇപ്പൊ കിട്ടുന്ന വാഹനങ്ങൾ ഇച്ചിരി വളരെ കുറവാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ആണ്. അത് ഒറിജിനൽ കേരളമാണ്. 620 നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊരു ഗംഭീര കളക്ഷന് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്. ഫോർച്യൂണർ, ചെറുവാഹനങ്ങൾക്ക് ചെറുവാഹനങ്ങൾ, മൈലേജ് നോക്കുന്നവർക്ക് അങ്ങനെ. അപ്പോൾ ഒരു ഫാമിലിക്ക് ഏത് രൂപത്തിലുള്ള വാഹനങ്ങൾ വേണോ എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇയർ എൻഡിങ് സെയിൽ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പോളോ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നോവകൾ, ക്രിസ്റ്റകൾ എല്ലാം ഉള്ളൊരു അടിപൊളി ഷോറൂമാണ്. ജൂബിലി മോട്ടോറിങ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ഫവാദാണ്. ഫവാദ്, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിന്ന് മലപ്പുറം പോണ റൂട്ടിൽ മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ കാണുന്ന മഞ്ചേരി മലപ്പുറം റൂട്ടാണ്. അപ്പൊ നമുക്ക് പിന്നെ ന്യൂ ഇയർ ഒക്കെ അല്ലേ? ന്യൂ ഇയർ ആണ്. മാക്സിമം റെഡ്യൂസ് ചെയ്ത് മാക്സിമം പൊട്ടിച്ച് ഫുൾ ഓണോട് കൂടി കൊടുക്കാൻ പറ്റിയ ഒരു ലോഡ് വാഹനമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു ലോഡ് വാഹനങ്ങൾ ഉണ്ട് അല്ലേ? അത് മൊത്തം നമുക്ക് നിറഞ്ഞെടുക്കാണ്. അപ്പൊ അത്യാവശ്യം നല്ല വാഹനങ്ങളുണ്ട്. മാക്സിമം നമുക്ക് ഡീസൽ വാഹനങ്ങൾ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പൊ മൈലേജ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒത്തിരി വാഹനങ്ങളുണ്ട്. ഫസ്റ്റ് നമ്മൾ ജനപ്രിയ മോഡലിൽ തുടങ്ങാം അല്ലെ? നമ്മളെ സ്വന്തം സ്വിഫ്റ്റ് ആയിക്കോട്ടെ. ഇത് ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ 2018 19 റേസിൽ വരുന്ന മാനുവൽ വാഹനം. അത് നമ്മൾ കാൽക്കുലേഷൻ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് ആണ് മൈലേജ് തന്നെയാണ്. ലോങ് ഡ്രൈവില് കിലോമീറ്റർ മൈലേജ് 20-24 പറയുന്നുണ്ട്. 22 എന്തായാലും കൺഫേം ആയിട്ട് കിട്ടും. ഡീസൽ വണ്ടിയാണ്. അത് നമുക്ക് കാൽക്കുലേഷൻ വണ്ടി. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. AC, പോസ്റ്ററിങ്, പവർ വിൻഡോസ്, അതേപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യമായിട്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സുകൾ കാര്യങ്ങൾ ഒരു 80-85% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,08,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയത്. 1.8 നമുക്ക് സർവീസ് എല്ലാം പക്കല്ലേ വണ്ടി? സർവീസ് മേജർ ആക്സിഡന്റോ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ അതിന്? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസുകളൊന്നും വരുന്നില്ല. ബാക്കി എല്ലാ A to Z കാര്യങ്ങളും കമ്പനി ഇൻബിൽഡ് തന്നെയാണ് വരുന്നത്. അപ്പൊ അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. റീപ്ലേസ് ഇല്ല. അത് നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 5,20,000 5,20,000. അപ്പൊ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഒരു 40 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ 40 രൂപ വണ്ടി ഇറക്കാം. മൈലേജ് ഡെയിലി യൂസ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ അല്ലേ? ഇനി അടുത്തൊരു കിഡ്ലം വണ്ടി വേണമെന്നുള്ളവർക്ക് ഇതാണ് പോളോ. ഒരു അടിപൊളി വാഹനം അല്ലെ? ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റുമോ? ഫുൾ ഓണിലൊരു പോളോ അല്ലെ? അത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 കംഫർട്ട് ലൈൻ TSI എഞ്ചിനോട് കൂടിയ വണ്ടി. 6 സ്പീഡ് ഗിയർ ബോക്സ് വണ്ടി. 6 സ്പീഡ് ആണ്. അത് നമുക്ക് നല്ല സ്പോർട്ടി വെഹിക്കിൾ ആണ് വരുന്നത്. TSI മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? മാനുവൽ ആണ് അല്ലെ? പോളോയില് കൂടുതലും നമ്മള് പിന്നെ TSI എഞ്ചിനാണ് കൂടുതൽ ആളുകൾ നോക്കുക. അപ്പൊ അതാണ് പെർഫോമൻസ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് TSI എന്ന് പറയുന്നത്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം ഇതൊക്കെ സ്കേട്ടിംഗ് ഒക്കെ കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണല്ലോ അല്ലെ? സ്കേട്ടിംഗ് ഒക്കെ കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്ന ചെറിയ ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 64,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 2021 മോഡൽ TSI എഞ്ചിന് കംഫർട്ട് ലൈനിൽ വരുന്ന വണ്ടി. കംഫർട്ട് ലൈനിൽ എത്ര രൂപ കൊടുക്കാൻ പറ്റും? 7,25,000 രൂപയ്ക്ക് ലോൺ ചെയ്തു കൊടുക്കാം. അതും ഫുൾ ഓൺ അല്ലേ? 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം കേട്ടോ. അടുത്ത നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഫോർച്യൂണർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2014 4x4 മാനുവൽ വരുന്ന ഒരു ഗജവീരനായിട്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഓഫ് റോഡൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അത് നമുക്ക് പിന്നെ അത് സ്റ്റേറ്റ് ആണെങ്കിലും നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ പറഞ്ഞത്? കിലോമീറ്റർ 1,70,75,000 മീറ്ററിലുള്ള വരുന്നത്. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല? മെക്കാനിക്കലി ഫിറ്റ് വണ്ടി. മേജർ ആക്സിഡന്റ് റീപ്ലേസുകളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്.
ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 4x4 ഓട്ടോമാറ്റിക്കല്, സോറി 4x4 മാനുവല് GR കിറ്റ് ഒക്കെ വന്ന് അത്യാവശ്യം TRD കിറ്റ് എല്ലാം എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ നല്ല ചുരുക്കാക്കി വെച്ചൊരു വണ്ടിയാണ്. 2014 മോഡൽ. നമുക്ക് വെറും 10 ലക്ഷം രൂപയ്ക്ക് NOC കൊടുക്കാം. 10 ലക്ഷം രൂപയ്ക്ക് അല്ലേ? അതായത് ആ ഒരു ബഡ്ജറ്റിൽ ഇന്നോവ ഫോർച്യൂണർ നോക്കുന്നത് കിടിലൻ വണ്ടിയാണ്. അത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം അല്ലേ? അടുത്ത നല്ലൊരു ഫാമിലി വെഹിക്കിൾ ആണ്. സാധാരണ നമുക്ക് ഈ ഒരു വെഹിക്കിളിന്റെ അട്രാക്ഷൻ നല്ലൊരു ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം മൈലേജും കിട്ടും, ഫീച്ചേഴ്സും ഉണ്ടാവും, മെയിൻ്റെനൻസും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ അല്ലേ? എങ്ങനെയായിരുന്നു? ഗ്രാൻഡ് ആയിട്ടാണ് 17 മോഡല് ഗ്രാൻഡ് ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 93,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 93,000 കിലോമീറ്റർ. ഗിയറൊക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, കമ്പനി LCD സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനി റിയറിൽ നോക്കുകയാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ് വണ്ടി വരുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ, മൈലേജ് അതേപോലെ തന്നെ യാത്ര ചെയ്യാനുള്ള കംഫർട്ട് ഒക്കെ അത്യാവശ്യം നല്ല കിടലനായിട്ടുള്ള വാഹനം അല്ലേ? ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ്. ഇത് പെട്രോൾ ആണ് ഡീസലാണ്? ഡീസൽ വേരിയന്റ്. ഇതിന്റെ ഡീസലിന് പ്രത്യേകത ഉണ്ട്, മൈലേജ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അല്ലേ? നല്ല അത്യാവശ്യം ഒരു 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന നല്ലൊരു വാഹനമാണ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഒരു വാഹനം? നമുക്ക് 3.5 ലക്ഷം രൂപ കൊടുക്കാം. 3.5 ലക്ഷം രൂപയ്ക്ക്. ഇപ്പൊ ഡെയിലി യൂസിന് മൈലേജ് ഉദ്ദേശിക്കുന്നവർക്ക് ഇത്ര മൈലേജ് ഇപ്പൊ കിട്ടുന്ന വാഹനങ്ങൾ ഇച്ചിരി കുറവാണ് അല്ലേ? ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 3,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. 3,000 രൂപ. അത് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്താണ് വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് ആണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കി നടക്കുന്ന ഒരു മോഡലാണ് അല്ലേ? കാരണം മൈലേജും കംഫർട്ടും കൂടെ തന്നെ മെയിൻ്റനൻസ് നമുക്ക് പൊതുവെ കുറവ് കൂടിയുള്ള വണ്ടിയാണ്. കൂടെ തന്നെ ഡീസൽ കൂടിയാണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2011 സിംഗിൾ ഓണർഷിപ്പിൽ VDI വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ് ഇത്രയും കാലമായിട്ട് അല്ലേ? AC പോസ്റ്ററിങ്, 4 പവർ വിൻഡോ കാര്യങ്ങൾ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നുള്ള കാരണം അത്യാവശ്യം ടയേഴ്സും വരുന്നുണ്ട്. മേജറായ ആക്സിഡന്റ് റീപ്ലേസുകളൊന്നും ഇല്ല. ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ. 1,02,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. എത്ര ചോദിക്കും നമ്മളത്? നമുക്ക് വെറും 3,10,000 രൂപ ഉണ്ടെങ്കിൽ 3,10,000 കൊടുക്കാം. ഡീസൽ വണ്ടിയാണ് ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്താൽ എത്ര രൂപയ്ക്ക് വരെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഒരു 10-30 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അടുത്തതാണ് വലിയൊരു വാഹനം, ഒരു ബെസ്റ്റ് പ്രൈസിന് കൂടെ തന്നെ മൈലേജും കൂടി പരിഗണിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഹോണ്ട സിറ്റി. നമുക്കിതാണ് റിയറിലെ AC വെന്റ്, സ്പേസ്, അതേപോലെ തന്നെ നമുക്ക് യാത്രാ കംഫർട്ട്, അതേപോലെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ക്രൂസ് കൺട്രോള്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, ഒരു സൺറൂഫ് ഒക്കെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് വന്നിട്ടുള്ള ഡീസലിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല. 25 കിലോമീറ്റർ ആണ് ഇത് യൂസ് ചെയ്തിട്ടുള്ള കസ്റ്റമർ റിവ്യൂ വരുന്നത്. 25 കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് കിട്ടും. ഒറിജിനൽ കേരളാണ് വണ്ടി വരുന്നത്? അല്ല, നമ്പർ ആയ വാഹനമാണ്. SV വേരിയന്റിൽ വരുന്ന 2014 മോഡൽ വണ്ടിയാണ്. 2014 SV കേട്ടോ. മൈലേജ് അതേപോലെ കംഫർട്ട് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഈ വണ്ടി? കിലോമീറ്റർ 1,70,000 കിലോമീറ്റർ ഓടിയുണ്ട്. 1,70,000 അല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റുകളൊന്നുമില്ല. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനം? ഇത് നമുക്ക് ഒരു 4,50,000 രൂപയാണ്. 4,50,000. ചെറിയൊരു വാഗണറിന്റെ പ്രൈസിന് ഇത്രയും വലിയൊരു വാഹനം നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. അത്യാവശ്യം ഡിക്കി സ്പേസും ഒരു സെമി പ്രീമിയം ലെവലിലുള്ള ഒരു വാഹനം ആണ് നമുക്ക് വരുന്നത് അല്ലേ? അടുത്ത നമുക്കൊരു വീണ്ടും ഒരു സെഡാൻ തന്നെയാണ്. ടയോട്ടന്റെ എത്തിയോസ് വൈറ്റ് ഫിനിഷിംഗ്. ഇത് ഒറിജിനൽ കേരളാണ് വണ്ടി? ഒറിജിനൽ കേരള, ഫുൾ ഓപ്ഷനിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്, അതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ നോക്കി നിങ്ങൾ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ആണ്, അത് ഒറിജിനൽ കേരളയാണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് അല്ലേ? ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടി. ഡീസലല്ല വണ്ടി വരുന്നത്? ഡീസലാണ്. 22-23 കിലോമീറ്റർ മൈലേജ് കൺഫേം ആണ്, കിട്ടും. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ. 1,20,000 എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനം? നമുക്ക് വെറും 5,80,000 രൂപ കൊടുക്കാം. 5,80,000 കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടിയാണ്, അതും സിംഗിൾ ഓൺഷിപ്പ് ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസുകൾ ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അത്ര നമുക്ക് 100% ഗ്യാരണ്ടി വരാൻ പറ്റുന്ന വണ്ടി. എത്ര പേര് ലോൺ ചെയ്യാൻ പറ്റും ഇതിന്? ഇത് നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണില് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടി കേട്ടോ. അതൊരു കിടിലൻ ഇന്നോവയാണ്, അതും സിൽക്കി ഗോൾഡിൽ വരുന്ന കേൾട്ടൺ BK നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2011 V ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. 2011 V അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കിടിലൻ ബോഡി ക്വാളിറ്റിയുള്ള വാഹനം. പിന്നെ അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആയിരുന്നു V എന്ന് പറയുന്നത്. അന്ന് V ആയിരുന്നു ഏറ്റവും ടോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം. അന്നത്തെ ടോപ്പ് എൻഡ് ആയിരുന്നു. 13 ശേഷമാണ് പിന്നെ Z വരൽ തുടങ്ങി. ഇതില 14 എങ്ങാണ്ടാണ്. പിന്നെ G4 പിന്നെ Type 4 കംഫർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? മേജർ ആക്സിഡന്റ് റീപ്ലേസുകളൊന്നും വരുന്നില്ല.
എങ്ങനെയായിരുന്നു കിലോമീറ്റർ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ 2,10,000 കിലോമീറ്റർ. 2,10,000 എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ഇത് നമുക്ക് വെറും 5,90,000 റുപ്യ കൊടുക്കാം. 5,90,000 5,90,000 കൊടുക്കാം. അത് ലോൺ ചെയ്ത് കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും? ഇതൊക്കെ 1,50,000 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് വണ്ടി എല്ലാം 5,90,000 നമ്മൾ ചോദിക്കുന്നത്. കുറച്ച് പ്രൈസ് ഇയറിന്റെ ആയതുകൊണ്ട് കുറച്ച് കൊടുക്കാം. മാക്സിമം പൊട്ടിച്ചിട്ട് കൊടുക്കാം. അടുത്തതാണ് വീണ്ടും നമുക്ക് കിഡ്ലം വാഹനമാണ്. ഈ വാഹനത്തിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ മൈലേജ് ആണ്. കൂടെ തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കൂടി വരുന്ന ഒരു വാഹനമാണ് അല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 2018 സിംഗിൾ ഓണർഷിപ്പ് ആണ്. സൺറൂഫ് കാര്യങ്ങള് അതേപോലെ തന്നെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങള് എല്ലാം വരുന്ന ഒരു വാഹനമാണ്. അത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,24,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഫുള്ളി കമ്പനി സർവീസ് വരുന്ന വണ്ടിയാണ്. അപ്പോൾ മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. കേരള രജിസ്ട്രേഷൻ ആണ്. ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ടയേഴ്സ്, ഫുൾ കട്ട് ടയേഴ്സിന് വരുന്നുണ്ട് അല്ലേ? അതെ, 4 ഫുൾ കട്ട് ടയേഴ്സ് ആണ് വരുന്നത്. മേജർ ആക്സിഡന്റ് റീപ്ലേസുകളൊന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസുകളൊന്നുമില്ല. ഒന്നുമില്ല. എത്ര നമ്മൾ ഈ ഒരു WRV ചോദിക്കുന്നത്? 6,75 റുപ്യക്ക്. 6,75 റുപ്യക്ക് ഇറക്കി പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഏകദേശം ഫുൾ ഓൺ പോലെ. എന്നാലും ഒരു 10-20 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അടുത്തൊരു വലിയൊരു വാഹനമാണെന്ന് നമ്മൾ ചെറിയൊരു ബഡ്ജറ്റിന് കൊണ്ടാൻ പറ്റുന്ന ഒരു കിഡ്ലം ആവിയോ പെട്രോൾ വേരിയന്റിൽ വരുന്ന വാഹനം. സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ? ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 80 റുപ്യ കൊടുക്കാം. 80 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റൂട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ക്രിസ്റ്റ ഇന്നോവകളുടെ നല്ലൊരു കളക്ഷൻ. ഫസ്റ്റ് തന്നെ ക്രിസ്റ്റയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന ഒരു കളർ തന്നെ മുന്തിരി കളറാണ്. അത് കേൾട്ടൺ BL നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. ഇതെങ്ങനെയായിരുന്നു? 2019 GX സിംഗിൾ ഓണർഷിപ്പിൽ നമ്പറായ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ നമ്പറായ വണ്ടിയിലോ? അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ ഒരു കേരള വാഹനത്തിന്റെ ക്വാളിറ്റി നമുക്ക് അത്രയും അഷ്യൂർ ഗ്യാരണ്ടി കൊടുക്കാം. പ്രൂഫ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം അല്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,87,000 ആണ് മീറ്ററിൽ ഓടിയിട്ടുള്ളത്. 1,80. മേജർ ആക്സിഡന്റ് റീപ്ലേസുകളൊന്നുമില്ല. ഹൈ ക്വാളിറ്റി വാഹനമാണ്. നിങ്ങൾക്ക് ബോഡി ക്വാളിറ്റി വന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഷോറൂമിലാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള വർക്ക്ഷോപ്പ് ആണെങ്കിലും വണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ നമ്മളെ ഗ്യാരണ്ടിയാണ്. വണ്ടിയാണ് അത്രയും നമുക്ക് വണ്ടിയുടെ ഔട്ട്ലുക്കിലും ഇന്റീരിയറിലൊക്കെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ടൈപ്പ് 2 കൺവേർട്ട് ചെയ്താണ്. ഇത് നമുക്ക് വെറും 15,50,000 റുപ്യക്ക് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. അത് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് മാക്സിമം ഒരു 14-13 വരെ ചെയ്യാം. 1,5 റുപ്യ വണ്ടി ഇറക്കി കൊടുക്കാം. ഞാൻ ഒരു വൈറ്റ് ഫിനിഷിംഗ് നോക്കുന്നവർക്ക് 2 വണ്ടികൾ വരുന്നുണ്ട്. ലോണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫുൾ ലോണിൽ ക്രിസ്റ്റ കേട്ടോ. അത് KL84 നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അടുത്തവണ ഒരു കിഡ്ലം വൈറ്റ് ക്രിസ്റ്റ. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്താ? ഫുൾ ലോൺ അല്ലേ? ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 G4 വണ്ടി. 2018 G4 അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,80,000 കിലോമീറ്റർ ആണ്. 8 സീറ്റർ ഉള്ള വാഹനം. 8 സീറ്റർ ആണ്. സോ വലിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാം. ഈവൻ വേണമെങ്കിൽ നമുക്ക് ടാക്സി പർപ്പസിലേക്ക് അങ്ങനെ വേണമെങ്കിലൊക്കെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിഡിലം വാഹനം. ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ ഫുൾ ഓൺ നമുക്ക് വാഹനം ചെയ്യാം. 2018 മോഡൽ വണ്ടി. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് വെറും 13-25 രൂപയ്ക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. 13-25 ഫുൾ ഓൺ 2018 G4. അടുത്താണ് വീണ്ടും നമുക്കൊരു കിഡ്ലം വൈറ്റ് ഫിനിഷിംഗിലുള്ള ക്രിസ്റ്റ്യനാണ്. ഇതും സെയിം 2018 സിംഗിൾ ഓണർഷിപ്പില് പഞ്ചാബ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടി. പഞ്ചാബ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾക്ക് വെൽ മെയിൻറ്റൈൻഡ് ആണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഒരു അടിപൊളി വാഹനം അല്ല. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇതിന്? ആക്സിഡന്റ് ക്ലെയിമുകളൊന്നുമില്ല. 1,87 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിലാണ് ഇപ്പൊ കറന്റ് വണ്ടി ഉള്ളത്. നിങ്ങളുടെ പേരിലേക്ക് NOC എടുത്തു തരാം. നേരെ നമ്മളെ പേരിലേക്ക് സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറുന്ന ഒരു വാഹനം അല്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 11,40,000 റുപ്യ NOC കൊടുക്കാം. 11,40 നമുക്ക് തരാൻ പറ്റും. അതും NOC പ്രൈസ്. ജൂൺ വരെ ഇൻഷുറൻസ് ഉള്ള വാഹനം. ജൂൺ വരെ ഇൻഷുറൻസ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ അതാണ് നമുക്ക് 11,40 NOC കൊടുക്കാം. അടുത്ത തവണ വീണ്ടും നമുക്കൊരു സിൽക്കി ഗോൾഡിൽ ഒരു കിഡ്ലം വണ്ടിയാണ്. ഇന്നോവയാണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല കിഡ്ലം എക്സ്ട്രാ ഫിറ്റിംഗ്സുകളും സ്കേറ്റിംഗ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. കേൾട്ടൺ BM നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 മോഡലില് ഇപ്പൊ നമ്പർ ആയിട്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന 1,57,000 കിലോമീറ്റർ മീറ്ററിൽ ഓടിയിട്ടുള്ള വാഹനം. 1 സംതിങ് ആണ്. അതും ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ് വരുന്നത്.
കിഡ് ബോഡി ക്വാളിറ്റി. അത്ര നമുക്ക് അപ്പൊ വണ്ടികളൊക്കെ കുറെ മാർക്കറ്റിലുണ്ട്, ഇത്രയും ബോഡി ക്വാളിറ്റി ഉള്ള വാഹനം അപൂർവമായിട്ടേ ഉള്ളൂ. അതാണ് നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റും. ഗ്യാരണ്ടിയിൽ കൊടുക്കാം. എത്ര ഈ ഒരു വാഹനത്തിന് നമ്മൾ നമുക്ക് 9,25,000 രൂപ കൊടുക്കാം. 9,25,000 ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇന്നോവ നോക്കി നടക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇതിന്റെ അടുത്ത് 2015 ഉണ്ട്, 2014 ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഏത് റേഞ്ച് നോക്കുന്നവർക്കും നമുക്ക് റേഞ്ച് സാധനം ഉണ്ട് അല്ലേ. നമുക്ക് ലോൺ ഒരു 1.5 രൂപ വണ്ടി ഇറക്കാം. ഉറപ്പുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അടുത്ത വണ്ടി ഒരു ഗ്രേ ഫിനിഷിംഗ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 വരുന്ന വണ്ടിയാണ്. കണ്ടാ പറയില്ല 2012 ആണെന്ന്, പക്ഷെ വണ്ടി 2012 ആണ്. അത്ര നമുക്ക് ക്വാളിറ്റി പറയാൻ പറ്റും, ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് അല്ലേ. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത്. ഏകദേശം 1,70,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടത്. മീറ്ററിൽ റീപ്ലേസ് മേജർ ആയിട്ടുള്ള ആക്സിഡന്റുകളൊന്നും ഇല്ല, ഫ്ലഡ് ഇല്ല, ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നീറ്റ് 70 മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. അല്ല കിടലും ആൻഡ്രോയിഡ് സിസ്റ്റങ്ങള് കാര്യങ്ങള് 70 മാറ്റ് കാര്യങ്ങള് അങ്ങനെ നമുക്ക് നിലവിലൊന്നും ചെയ്യിക്കാനില്ല, ചെയ്യാല്ല, പേരുന്ന് മാറാ ഓടുക. ഓക്കെ, അത്രയും നമുക്ക് ക്വാളിറ്റി പറയാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല. എത്ര ഇതിന് ചോദിക്കുന്നത്? 6,20,000 രൂപയ്ക്ക് നമ്പർ ആക്കി കൊടുക്കുക. 6,20,000 നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് നിലവിൽ സിംഗിൾ ഓൺഷിപ്പില്ല. സിംഗിൾ ഓൺഷിപ്പിലുള്ള 6,20,000 നമ്പർ ആക്കി തരും കേട്ടോ. അടുത്ത നമുക്ക് അതിലേറെ ഫീച്ചേഴ്സ് ഉണ്ട്. നല്ല മൈലേജ് നോക്കുന്നവർക്ക് കിട്ടുന്ന 7 സീറ്റർ ആണ്. മഹീന്ദ്രയുടെ മരാസോ അല്ലെ. ഇന്ത്യയിലൊക്കെ നോക്കി ഞങ്ങൾക്ക് ഒരു പക്ക പ്രീമിയം ലെവലിൽ ചെയ്തിട്ടുള്ള ഒരു 7 സീറ്റർ വാഹനമാണ്. ഒരു 17 വരെയൊക്കെ മൈലേജും കിട്ടും. ഫീച്ചേഴ്സിനാണെങ്കിൽ നമുക്ക് ക്രിസ്റ്റയോട് കടപിടിച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം അല്ലെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 സെക്കൻഡ് ഓണർഷിപ്പിൽ ഫുള്ളി കമ്പനി സർവീസ് ആയിട്ട് 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 60,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടിയാണ്. ലോ കിലോമീറ്റർ വണ്ടി. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ക്രിസ്റ്റയിലാണെങ്കിൽ ഇന്നോവയിലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഉള്ളിലേക്ക് ആ ജർക്കിങ്, ആ ഷെയ്ക്കിങ് വരും. ഈ വാഹനത്തിന് നമുക്ക് കൂളായിട്ട് അത് അഷ്യൂർ ചെയ്യാം. അങ്ങനത്തെ ഒരു കംപ്ലൈന്റോ ഈ വാഹനത്തിന്, ഐ മീൻ കംപ്ലൈന്റ് അല്ല, അത്രയും ഒരു വൈബ്രേഷൻ പോലും ഇതിനെ എഫക്ട് ചെയ്യാത്തൊരു വാഹനമാണ്. അത്രയും നല്ല യാത്രാ കംഫർട്ടും അത്രയും നല്ല യാത്രാ കംഫർട്ടാണ്. മൈലേജിന്റെ കാര്യത്തിലാണെങ്കിൽ അതിന്റെ ഒക്കെ കടപിടിച്ച് അതിന്റെ മേലക്ക് കിട്ടുന്ന ഒരു വാഹനമാണ് വണ്ടിയില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? ഇത് നമുക്ക് വെറും 8,15,000 രൂപ കൊടുക്കാം. 8,15,000 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓണ് നല്ല ട്രാക്കാണ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ല ട്രാക്കാണെങ്കിൽ ഫുൾ ഓൺ തന്നെ ചെയ്യാം. ഡീസലില് 7 സീറ്റർ 17 വരെ മൈലേജ് കിട്ടുന്ന മരാസോ അല്ലെ, അതും 60,000 കിലോമീറ്റർ. അടുത്തൊരു കിടലം മാരുതി സുസുക്കി വിചാര ബ്രസ് അല്ല. 20 കിലോമീറ്റർ കൺഫേം ആയിട്ട് ഞാൻ അഷ്യൂർ ചെയ്യണ മൈലേജ് കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള അതും കിടലം ആഫ്റ്റർ മാർക്കറ്റ് അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഡോൾട്ടോണിൽ വരുന്നൊരു വാഹനം. ഡീസലാണ്, അത് മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. മാനുവലാണ് വരുന്നത് അല്ലേ. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 68,000 കിലോമീറ്റർ ഫുള്ളി കമ്പനി സർവീസ് ആയിട്ടുള്ള വാഹനം. 68,000 കിലോമീറ്റർ, അത് ഫുൾ സർവീസ് എല്ലാം വരുന്നൊരു വാഹനമാണ് അല്ലേ. എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ വാഹനം? നമുക്ക് വെറും 6,00,000 രൂപ കൊടുക്കാം. 6,00,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. അങ്ങോട്ട് കൊണ്ടില്ല, 6,00,000 റൗണ്ട് ചെയ്ത് കൊടുക്കാം. 6,00,000 റൗണ്ട് ചെയ്തിട്ടില്ല. ലോൺ ഒരു 19 രൂപ വേണ്ടി ഇറക്കാം. 19 രൂപ ഇറക്കി കൊടുക്കാം. നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആട്ടോ. നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് ആണ് 6,00,000 രൂപ അല്ലേ. അടുത്ത വീണ്ടും നമുക്കൊരു കിടലം വൈറ്റ് നോവയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2008 വരുന്ന വണ്ടിയാ. 2008 സെക്കൻഡ് ഓണർഷിപ്പിൽ ഒറിജിനൽ കേരള വരുന്ന വണ്ടിയാണ്. ഓ, ഇത്രയും കാലം ഒരു സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ അല്ലേ? അതെ, 2008 ഒറിജിനൽ കേരള ഇന്നോവ കേട്ടോ. ഇതിലൊക്കെ നോക്കി വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി വരുന്നത്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് സെക്കൻഡ് ഓൺഷിപ്പിലാണ് ഈ ഒരു വാഹനം ഉള്ളത് എന്നാണ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? 3,80 കൊടുക്കാം. 3,80 ഒറിജിനൽ കേരള സെക്കൻഡ് ഓൺഷിപ്പ് വാഹനം കേട്ടോ. അത് നമുക്ക് 3,80 ഓക്കെ. അടുത്തത് നമ്മുടെ ഒരു കിടലം വണ്ടിയാണ്, നമ്മൾ ഹോണ്ടയുടെ ജാസ് ഇല്ല. ഡീസൽ വേരിയന്റിൽ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഡീസൽ വേരിയന്റ് ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ് കേട്ടോ. 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. അത്രയും ലോങ് ഡ്രൈവിൽ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,20 ഓടിയ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. 1,20 അത് ഫുൾ കമ്പനി സർവീസ് എല്ലാം വരുന്നുണ്ട്. കേരള രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എസ് വേരിയന്റ് ആണ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? പ്രൈസ് വരുന്നത് 5,80,000 രൂപ. 5,80 2018 മോഡൽ. 2017 മോഡല് സിംഗിൾ ഓൺഷിപ്പ് 5,80. അത് 1,20 ഓട്ടം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 50 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലെ. അടുത്ത തവണ നമുക്കൊരു ഹോണ്ട സിറ്റി അതിന്റെ ഏറ്റവും ലാസ്റ്റ് കൊടുക്കാൻ പറ്റിയ വി ഓപ്ഷനിൽ 2021 മോഡൽ 21 RS കിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അത് നമുക്ക് പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാല് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. മെയിൻ്റെനൻസ് വളരെ കുറവാണ്. എന്നൊരു പ്രീമിയം ലെവലിൽ തന്നെ വരുന്നൊരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമാണ്.
ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിട്ടുവാണ്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 74,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 74,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അല്ല. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിട്ടുവാണ്. റിയറിൽ AC വെന്റ് കാര്യങ്ങൾ, നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ വണ്ടിയാണ്. ഇപ്പത്തെ E20 വരുന്ന പെട്രോൾ സിസ്റ്റം ഉണ്ടല്ലോ, അത് ബാധിക്കാത്തൊരു വാഹനമാണ് ഹോണ്ട. 2009 മുതൽ E20 കാപ്പബിൾ ആയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒന്നും നോക്കാല്ല, ഏറ്റവും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. അത് നമുക്ക് ഫുൾ ഓൺ ഇറക്കാം. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് ഒരു 8,70,000 രൂപ കൊടുക്കാം. 8,70,000 അല്ലേ? ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാം? ചെയ്ത് കൊടുക്കാം. ഇത് ഫുൾ ഓൺ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം അല്ലേ? ഇത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ചെറുവാഹനങ്ങളുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു ഓൾട്ടോ 800 അല്ലേ? 2019 ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, അതും ഫുൾ ഓണിലാണ് കേട്ടോ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 1,40,000 മീറ്ററിലുള്ളത്. 1,40,000 എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല? എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്ക ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. പിന്നെ മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നും ഒന്നുമില്ലല്ലോ. ഇന്റീരിയറൊക്കെ നോക്കി നല്ല കിടുവാണ്. പക്ഷെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് അല്ലേ? നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എത്ര ചോദിക്കുന്നത്? നമുക്ക് വെറും 2,75,000 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. 2,75,000 രൂപ. അത് ട്രാക്കിന് ഫുൾ ഓൺ. ഒരു EMI നോക്കണ 3,000-4,000 ഒക്കെ വരുള്ളൂ എമൗണ്ട്. ദെൻ നമുക്ക് വീണ്ടും സെയിം മോഡൽ തന്നെയാണ്. അതും നമുക്ക് 2022-23 ഇറങ്ങിയ സിംഗിൾ ഓൺഷിപ്പ് വെറും 46,000 കിലോമീറ്റർ അടി വണ്ടി. ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങണ മാരുതി. ഇനിയിപ്പോ ഈ വണ്ടി കിട്ടൂല, കാരണം ഇത് നിന്നൂല. ഈ ഷേപ്പ് ഇപ്പൊ കാണാൻ വലിയൊരു വൃത്തിയില്ലാത്തൊരു കേട്ടനാണ്. ഇതിന് എത്ര രൂപ കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 3,70,000 കൊടുക്കാം. 3,70,000 ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അടുത്തൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു A-Star അല്ലേ? അതെ. എങ്ങനെയായിരുന്നു ഇത്? ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഏറ്റവും ഫുൾ ലോഡ് VXIൽ വരുന്ന വെറും 1,30,000 രൂപ ഇറക്കി കൊടുക്കാം. 1,30,000 കൊടുക്കാൻ പറ്റിയ വണ്ടി. ഫുൾ ലോഡ് വണ്ടി കേട്ടോ. ഫുൾ ലോഡ് വണ്ടി. വീണ്ടും നമുക്കൊരു ഓൾട്ടോ 800 ആണ്. 2018 മോഡല് ഉള്ള വണ്ടി. 70,000 കിലോമീറ്റർ ഓടി 0 റീപ്ലേസ്മെന്റിൽ ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി. സോറി, ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 2,70,000 കൊടുക്കാം. 2,70,000 അപ്പൊ ചെറിയൊരു പ്രൈസിന് ഒരു ബൈക്കൊന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. വെൽ മെയിൻറ്റൈൻ ആണ്. 2,70,000. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാം? ഏകദേശം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു എത്തിയോസ് ആണ്. ഇത് ഒറിജിനൽ കേരളാണോ വണ്ടി? അല്ല, നമ്പർ ആയതാണ്. ഇനി പെട്രോൾ ഡീസൽ വേണ്ട, പെട്രോൾ മതി എന്ന് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റിയ 2016 മോഡൽ. 2016 മോഡൽ വണ്ടി കേട്ടോ. ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങൾ നല്ല കിടുവാണ്. പെട്ടെന്ന് കണ്ടാൽ നമുക്കൊരു ഒറിജിനൽ കേരള വണ്ടി പോലെ തന്നെ ഫീൽ ചെയ്യുന്ന വണ്ടിയാണ് അല്ലേ? അപ്പോൾ KL11 നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതോ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ നിർത്തിയിട്ടുണ്ട് അല്ലേ? എത്ര രൂപയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 3,80,000 രൂപയ്ക്ക് ഇറക്കി കൊടുക്കും. 3,80,000 അല്ലേ? ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് മാക്സിമം 3-3.5 വരെ ചെയ്യാം. ലോണും ചെയ്യാൻ പറ്റൂല. ദെൻ അഗൈൻ നമുക്കൊരു വീണ്ടും 7 സീറ്ററിലേക്കാണ് പോകുന്നത്. മാരുതി സുസുക്കി എർട്ടിക. ഇത് ഫോർ ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ? പെട്രോൾ വേരിയന്റിൽ വരുന്ന ഏറ്റവും ഫുൾ ലോഡ് ZXi പ്ലസിൽ വരുന്ന വണ്ടി. ZXi പ്ലസ്. ഇതിന്റെ അപ്പുറം വേറൊരു ഓപ്ഷൻ ഇറക്കിയിട്ടില്ല. അത്യാവശ്യം നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസിലും ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഇത്രയും കാലമായിട്ട് 60,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് അല്ല? അതെ. എത്ര ചോദിക്കുന്നത് നമ്മൾ? 5,80,000 കൊടുക്കാം. 5,80,000 എർട്ടികയാണ് കേട്ടോ. അതും ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. 5,80,000 എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണില് ഒരു 7 സീറ്റർ. അടുത്തൊരു കിഡ്ലം എക്കോ സ്പോർട്ട് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? മോഡൽ 2016 വരുന്ന കേരള വണ്ടി. 2016 ഒറിജിനൽ കേരള വണ്ടി. കേരള വണ്ടി ഡീസൽ വണ്ടി അല്ലായിരുന്നു? ഡീസൽ ആണ്. 20 കിലോമീറ്റർ മൈലേജ് കൺഫേം പറയാൻ പറ്റിയ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 4,80,000 രൂപ കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണില് 480 ഡീസൽ എക്കോസ്പോർട്ട് 2016 മോഡൽ. അടുത്ത നമ്മൾ നല്ലൊരു കിഡ്ലം ഫാമിലി വെഹിക്കിൾ ആണ്. മാരുതി സുസുക്കി സെലേറിയോ. അതും നമുക്ക് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കാരണം നല്ല കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഒതുങ്ങിയ മെയിൻ്റെനൻസ് ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡൽ. 2016 സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വരുന്ന 1,00,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന്? ഇത് നമുക്ക് വെറും 3,85,000 രൂപ കൊടുക്കാം. 3,85,000 ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാം? ലോൺ നമുക്ക് ഏകദേശം മാക്സിമം ചെയ്യാം. ഒരു 20 രൂപ 10-20 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി കൊടുക്കാം. അടുത്തതാണ് വീണ്ടും നമുക്കൊരു നിസാന്റെ സണ്ണി ആണ് വരുന്നത്. ഡീസൽ വണ്ടിയാണ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി 2019 മോഡൽ വണ്ടി. 2019 ലാസ്റ്റ് മോഡൽ അല്ലേ?
അതേപോലെ തന്നെ നമുക്ക് നല്ല കിഡ്ലം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കിഡ്ലം മൈലേജ് 26 ഒക്കെ മൈലേജ് ചിലവർ കൺഫേം 26 വരെയൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? എന്തായാലും നമുക്ക് 22, 23 ഒക്കെ എന്തായാലും കൺഫേം ആയിട്ട് കൊടുക്കാം, പറയാൻ പറ്റും. വണ്ടിയാണ് ഡുവൽ ടൂൺ ആണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കും? 490 കൊടുക്കാം. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്, ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് 490. പിന്നെ നമുക്ക് കിലോമീറ്റർ ഓടിയിട്ടുള്ള കിലോമീറ്റർ 130 അല്ലേ? എത്ര രൂപയ്ക്കാണ് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് ചെറിയ 50 രൂപ ഇറങ്ങി സുഖമായിട്ട് വണ്ടി ഇറക്കാം. അടുത്ത ഒരു ഗ്രാൻഡ് ആയിട്ട് നിയോസ് ഇല്ല, കിഡ്ലം വണ്ടിയാണ്. കൊടുക്കാൻ പറ്റിയ ഓട്ടോമാറ്റിക് വാഹനം, ഫുൾ ഓൺ ഒരു ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഇതിന്റെ കിലോമീറ്റർ പറഞ്ഞാൽ നിങ്ങൾ കിലോമീറ്റർ വെറും 7500 കിലോമീറ്റർ 7500 കിലോമീറ്റർ ഫുൾ ഓണില് ഓട്ടോമാറ്റിക് വണ്ടിയില്ല. അത് നല്ല കിഡ്ലം ഫീച്ചേഴ്സും നല്ല കാണാൻ ക്യൂട്ടായിട്ടൊക്കെ ഉള്ള ഒരു അടിപൊളി ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനമാണ്. ഇന്ത്യ സൈഡ് നോക്കി നിങ്ങൾ സ്റ്റിയറിംഗിൽ ഇത്രയും കൺട്രോൾസ് വരുന്നുണ്ട്, കമ്പനി LCD സ്ക്രീന് കാര്യങ്ങൾ, നല്ല പെർഫോമൻസും നല്ല മൈലേജും. ഈ ഒരു ചെറുവാഹനമാണെങ്കിൽ നമുക്ക് റിയർ സൈഡിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ്. ഇത് നമുക്ക് ഓൺഷിപ്പ് സിംഗിളും അല്ല വരുന്നത്, സിംഗിൾ ഓണർ വണ്ടി. എത്ര ചോദിക്കും നമ്മൾ? ഇതുവരെ ഞാൻ ഈ വാഹനത്തിന് ചോദിച്ചു 6.5 ആയിരുന്നു, 6 ലക്ഷം റുപ്യ. ഇന്ന് ഇത് ഇയർ എൻഡ് ഓഫറിൽ ഞാൻ വെറും 5,90,000 റുപ്യ കൊടുക്കും. വീണ്ടും നമ്മൾ 60 രൂപ പൊട്ടിച്ചു കൊടുക്കുകയാണ്. സ്പെഷ്യൽ ഓഫറാണ്, ഇയർ എൻഡിങ് സെയിലാണ് കേട്ടോ. അടുത്ത തവണ വീണ്ടും നമുക്കൊരു ചെറിയ ഫാമിലിക്ക് നല്ലൊരു ഫീച്ചേഴ്സ് ഉള്ളൊരു ഒതുങ്ങിയൊരു മൈലേജ് കിട്ടുന്ന ഒരു വാഹനം എന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഉണ്ടായുടെ തന്നെ ഇയോൺ അല്ലേ? എങ്ങനെയായിരുന്നു? 2016 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 2016 സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വരുന്നത് 1,40,000 40 അല്ലേ? നല്ല അടിപൊളി വണ്ടിയാണ്. യാത്ര കംഫർട്ടിനൊക്കെ ഒരു ഒതുങ്ങിയൊരു വെഹിക്കിള്, കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ചെയ്ത വണ്ടിയാണ് അല്ലേ? എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഈ വാഹനത്തിന് നമുക്ക് 1,90,000 ഫുൾ ഓൺ ചെയ്തു 1,90,000 ഫുൾ ഓൺ നല്ലൊരു കിഡ്ലം ഫാമിലി വെഹിക്കിൾ. അടുത്തൊരു ടാക്സി പെർമിറ്റ് ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഷെവർലയുടെ സെയിലാണ്. ട്രിവാൻഡ്രം കാക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 വണ്ടി അല്ലേ? ഡീസൽ വാഹനം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഇട്ട് യൂബർ ഓടിക്കാനൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള വാഹനമാണ്. നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ വരുന്ന വണ്ടിയാണ് അല്ലേ? എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ വാഹനം? ഇത് നമുക്ക് വെറും 2,40,000 റുപ്യക്ക് പുതിയ പേപ്പർ എടുത്തു 2,40,000 പുതിയ പേപ്പറിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഡീസൽ വണ്ടി. അടുത്ത വാഗ്നർ, ഇത് എങ്ങനെയായിരുന്നു മോഡല്? നമുക്ക് 2,15 റുപ്യക്ക് കൊടുക്കാൻ പറ്റും. 2012 വണ്ടിയാണ്. 2012 2,15 കൊടുക്കാം. ഒരു ബെസ്റ്റ്. ഏകദേശം ലോണൊക്കെ എത്ര വരെ? ലോണൊക്കെ ഏകദേശം നമുക്ക് ഒരു 1.25-2 വരെയൊക്കെ ചെയ്യാം. ലോൺ ചെയ്യാം അല്ലേ? അടുത്ത തവണ ഒരു കിഡ്ലം ഓൾട്ടോ 800 2,25 കൊടുക്കാം. 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 2016 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ നല്ല കിടുവാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, പിന്നെ പവർ വിൻഡോസ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി. അത് സീറ്റ് കവേഴ്സ്, സ്കേട്ടിങ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ. പ്രൈസ് പറഞ്ഞത്? പ്രൈസ് വരുന്നത് 2,25 കൊടുക്കാം. 2,25 ചെറിയൊരു EMI നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത വീണ്ടും ഒരു ഓട്ടോമാറ്റിക് തന്നെ ഏറ്റവും ടോപ്പ് ലോഡിൽ വരുന്ന ഒരു സെലേറിയോ ആണ്. 2017 ഏറ്റവും ഫുൾ ഓണില് ഒരു ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. അത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 4,16,000 റുപ്യ കൊടുക്കാം. 4,10 അല്ലേ? ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റും. അതും ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പ്ലിസ്റ്ററി എല്ലാം പക്കയാണല്ലോ വണ്ടി, പക്ക ക്ലിയർ വണ്ടി. അടുത്തൊരു നിസാന്റെ ടെറാനോ, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2014 മോഡലിൽ വരുന്ന ഒറിജിനൽ കേരള വാഹനമാണ്. 4,35 റുപ്യ കൊടുക്കാൻ പറ്റും. 4,35 കേട്ടോ. 85 PS അല്ലായിരുന്നു? 85 PSI. അത്യാവശ്യം മൈലേജ് ഒരു 18-20 മൈലേജ് കിട്ടുന്ന ഒരു SUV ആണ്. അത് നമുക്ക് 85 PS 4,10 അല്ലേ? 4,30 അല്ലേ? ഏകദേശം ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത വീണ്ടും ഒരു വാഗ്നർ ആണ്. LXE ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2013 മോഡല്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 55,000 ആണ് മീറ്ററിലുള്ളത്. എത്ര നമ്മൾ പറയില്ല. ഇത് നമുക്ക് വെറും 2,40 കൊടുക്കാം. 2,40 നമുക്ക് ചെയ്യാൻ പറ്റൂടാ. ഒരു 19 രൂപയ്ക്ക് വണ്ടി ഇറക്കാമല്ലോ. ഇറക്കി കൊടുക്കാം. അടുത്ത വീണ്ടും നമുക്കൊരു കിഡ്ലം ഫോർച്യൂണർ മാനുവൽ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല കിഡ്ലം ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്റീരിയർ ആണെങ്കിൽ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വെഹിക്കിളാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസുകളൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് ഇത് 3ാമത്തെ ഓണർ ഉണ്ട്. കേരള വണ്ടിയാണോ അതോ നമ്പർ ആയ വണ്ടിയാണ്? 55 നമ്പർ ആയതാണ്. കറന്റ് പഴയ നമ്പർ പ്ലേറ്റ് ആണ്. 55 നമ്പർ ആയ വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് വെറും 7,25,000 റുപ്യ കൊടുക്കും. ഫോർച്യൂണർ ആണ് വെറും 7,00,000 രൂപ. അത് മാനുവൽ ഇത് 4x4 വരുന്ന വണ്ടി. നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ്. കളിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ ട്രാക്കിലേക്ക് ഇറക്കാനാണെങ്കിലോ കുറഞ്ഞ പ്രൈസ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റും. അത് നമുക്ക് നമ്പർ ആയിട്ടുള്ള പ്രൈസ്.
ആയിട്ടുള്ള പ്രൈസ്. അടുത്ത് വീണ്ടും ഒരു സണ്ണിയാണ്. ഇത് ഡീസലാണോ പെട്രോൾ ആണോ? ഇത് ഡീസലിൽ 2016 XV പുഷ് ബട്ടൺ സ്റ്റാർട്ടിൽ വരുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? ഇത് നമുക്ക് വെറും 3,50,000 രൂപ കൊടുക്കാം. 350,000 ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അല്ലേ? ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഏകദേശം 3 ലക്ഷം വരെ ചെയ്യാൻ പറ്റില്ല. അടുത്ത് വീണ്ടും എഗെയിൻ നമുക്കൊരു ജാസ് തന്നെയാണ്. നേരത്തെ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയ പെട്രോൾ ജാസ്. ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റൂല. വളരെ കുറഞ്ഞ മെയിൻ്റെനൻസ് ആണ്. ഇത് ഫുൾ ലോഡ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. വി ഓപ്ഷൻ ആണ്. സോറി, ഏറ്റവും ടോപ്പ് അല്ല, വി ഓപ്ഷനിൽ വരുന്ന വണ്ടി. വി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. അതും നമുക്ക് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഇത് 84,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 84,000 കിലോമീറ്റർ അല്ലേ? ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടിലൻ വണ്ടിയാണ്. ഇത് നമുക്ക് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. നല്ല സ്പേഷ്യസ് ആണ്. ഫുൾ ലോണിൽ നമുക്ക് ഈ വാഹനം കൊണ്ടുപോകും ചെയ്യാം അല്ലേ? അടുത്ത വീണ്ടും നമുക്ക് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് റെനോ ക്യാപ്ചർ കേട്ടോ. ഇത് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. ഒരു 18-20 തന്നെ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും ക്വാളിറ്റിയും കാര്യങ്ങളും ബോഡി സ്പേസും ഒക്കെ വരുന്ന എല്ലാ വണ്ടിയാണ്. ഡീസൽ വേരിയന്റ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017-18 രജിസ്ട്രേഷനിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 85,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. വെറും 4,70,000 രൂപ കൊടുക്കും. 4,75,000 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അടുത്തൊരു ടൊയോട്ട എത്തിയോസ് വീണ്ടും വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2012 വരുന്ന ഒറിജിനൽ കേരള 1,30,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. 0 റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയിൽ കൊടുക്കാം. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 3,50,000 രൂപ കൊടുക്കാം. 350 അല്ലേ? 340 കൊടുക്കാം. 340 അടുത്ത വീണ്ടും ഒരു റിഡ്സ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 സെക്കൻഡ് ഓണർഷിപ്പില് ഒറിജിനൽ കേരള വണ്ടി വെറും 240 ഉള്ളൂ. 240 ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി ടൈപ്പ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് വരുന്നത്. ലേറ്റസ്റ്റ് മോഡൽ. കഴിഞ്ഞതിൽ നമുക്ക് അത്യാവശ്യം നല്ല റിഡ്സ് ഉണ്ടായിരുന്നു. കുറെ റിഡ്സുകൾ പോയില്ല. അപ്പൊ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന നല്ലൊരു ഫാമിലി കാർ കേട്ടോ. ചെറിയൊരു ബഡ്ജറ്റിൽ മൈലേജ് ഒരു 35 കിട്ടൂല മൈലേജ് ഇതിന്? 35 മൈലേജ് കിട്ടും. ഇനി കുട്ടികളെ കൊണ്ടുപോകാൻ, അതായത് സ്റ്റുഡൻസിനെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ കാറ്ററിംഗ് പരിപാടിക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും സെയിൽസ് പരിപാടിക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു വാഹനമാണ്. ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഡീസൽ വണ്ടി. ടാറ്റ ഐറിഷ്. ടാറ്റ ഐറിഷ്. എങ്ങനെയായിരുന്നു? പിന്നെ സീറ്റ് ബെൽറ്റ് ഇടണ്ട, കൈയാട്ടണ്ട, അങ്ങനെ ഒരു പേടിയും ബേജാറും ഇല്ല. നല്ല മെയിൻ്റെനൻസ് കോസ്റ്റും വളരെ കുറവ്. എന്നാ കാർ കൊണ്ടെടുക്കുന്നവർ കൊണ്ടെടുക്കും ചെയ്യാം. നല്ലൊരു ഓട്ടോ പർപ്പസിനാണ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല്? 2012-13 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം വെറും 1,20,000 രൂപ കൊടുക്കാം. 1,20,000 കേട്ടോ. ഇതിന്റെ ഹൈലൈറ്റ് ഉള്ള മൈലേജ് തന്നെയാണ്. 10-15 വീഡിയോയിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ വണ്ടി വരുന്നത്. നമുക്ക് ഈ ഒരു മോഡൽ വണ്ടി ചെയ്തിട്ടില്ല. കാരണം നമുക്ക് മൈലേജ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഫ്രണ്ട്സ്, നമ്മൾ നിന്നുണ്ടായിരുന്നു ജൂബിലി മോട്ടോറിംഗിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വാഹനങ്ങൾ, കുറെ വാഹനങ്ങൾ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും വാഹനങ്ങൾ ഇന്റീരിയർ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ നമുക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ ലൊക്കേഷൻ മറക്കണം, മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മുട്ടിപ്പാലം. നമ്പർ കണ്ടിട്ടുണ്ടോ? മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് സൈനിങ്.